ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ 12 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ സാംസങ് ബഡ് 3 പ്രോ റിസീവായി. അൺപാക്ക് ഇവൻറ്റിൽ തന്നെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയപ്പോൾ ബുക്ക് ചെയ്തതാണ്. ലോങ് ടൈമാണ് ശരിക്കും 12 ദിവസം വെയിറ്റിംഗ് എന്ന് പറഞ്ഞത്. ഒരു ടച്ചിങ്ങിൻ്റെ ഫീൽ എന്ന് പറയുന്നത് അമേസിങ് ആണ് ശരിക്കും. വളരെ ഇൻട്രസ്റ്റ് ആണ്. ഒരു പ്രീമിയം ഫീൽ തന്നെ ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്ത് ഗ്രേ കളറാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ മാറ്റ് ഫിനിഷ് ഗ്രേ പോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്തുള്ളതും സെയിം ഒരേ ഫിനിഷ് തന്നെയാണ്. പിന്നെ കയ്യിലെടുക്കുന്ന സമയത്ത് ചെറിയൊരു വെയിറ്റ് ഉള്ളത് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഒരു നല്ലൊരു ഫീൽ തന്നെയാണ് അത് കാണുന്നത്. മറ്റ് ബഡ്സുകൾ വളരെ ലൈറ്റ് വെയിറ്റ് അല്ല, ഒരു പ്രീമിയം ആയിട്ടുള്ള വെയിറ്റ് ഫീൽ നമുക്കതിൽ അനുഭവപ്പെടുന്നുണ്ട്. വാഷറിൽ ചെറിയ പ്രശ്നങ്ങളുള്ളതായിട്ട് ഇപ്പോൾ ന്യൂസ് കേട്ടു. പക്ഷെ എനിക്കിത് ഓക്കെയാണ്. മീഡിയം സൈസാണ് ഇതിലുള്ളത്. ഇതെനിക്ക് ഓക്കെ ആയതുകൊണ്ട് തന്നെ ഞാനത് മാറ്റാൻ ട്രൈ ചെയ്തിട്ടില്ല. മാറ്റുമ്പോൾ അത് പൊട്ടിപ്പോകുന്നതായിട്ടാണ് പല കസ്റ്റമേഴ്സും കംപ്ലൈൻറ്റ് പറയുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് ഓക്കെ ആയതുകൊണ്ട് ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഏകദേശം എയർപോർട്ടായിട്ട് സാമ്യം ഉള്ളതായിട്ട് തോന്നുമെങ്കിലും ഡിഫറെൻ്റ് തന്നെയാണ്. അതിൻ്റെ ഷേപ്പ് കുറച്ച് ഡിഫറെൻ്റ് തന്നെയാണ്. ഞാൻ ടച്ചിങ്ങും നല്ല കംഫർട്ടബിളാണ്. ഇതൊരു സ്വിച്ചിൽ പ്രസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. യൂസ് ചെയ്യുമ്പോഴും യാതൊരു ബുദ്ധിമുട്ടുമില്ല, നല്ല കംഫർട്ടാണ്. എൻ്റെ ചാർജിങ് കേസ് പറയുകയാണെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, അപ്പോൾ അത് നനയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ഫിനിഷിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫിനിഷിങ്ങാണ്. ടോപ്പ് ഗ്ലാസും മാറ്റ് ഫിനിഷും ഒരു എക്സലൻറ്റ് ഫിനിഷ് തന്നെയാണ്. നല്ലൊരു പ്രീമിയം ഫീൽ നമുക്കിതിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പ്രോ സീരീസിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നോർമൽ സീരീസിൽ അത്രയ്ക്കും എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. ബോക്സിൻ്റെ ബോർഡുള്ളത് USB കേബിളുണ്ട്, സിലിക്കോൺ റബ്ബർ ബഡ്സ് ഉണ്ട്. അത് സ്മോളും ലാർജ് സൈസുമാണ് വരുന്നത്. മീഡിയം സൈസ് അതിൽ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഉപയോഗിച്ച എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൗണ്ട് ക്വാളിറ്റി, അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ വളരെ ഇമ്പ്രസീവാണ് ശരിക്കും. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സൗണ്ടുകൾ ഒരു പരിധി വരയ്ക്ക് തന്നെ കവറാവുള്ളൂ, അല്ലാതെ ഭയങ്കരമായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ടൈപ്പല്ല. ഒരു പരിധി വരെ കവറാവും. പിന്നെ മ്യൂസിക് സൗണ്ടുകളും കാര്യങ്ങളൊക്കെ വളരെ ക്ലാരിറ്റി ഉള്ളതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ വിശദമായൊരു റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇത് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്. സോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു.